ജിസുമോളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മെയിനായിട്ട് ജിസുമോളുടെ അമ്മായിയമ്മ, അതായത് ഭർത്താവിൻ്റെ അമ്മയുണ്ടെങ്കിൽ ജിസുമോളടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്, നിന്നെ എന്തിനു കൊള്ളാം, നിന്നെ കാണാൻ ഒരു നിറം പോലും ഇല്ലല്ലോ എന്നുള്ളൊരു കാര്യം. ഈ ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് സ്പ്രെഡായ സമയത്ത് എല്ലാവരും കമൻറ്റ് ബോക്സിൽ എല്ലായിടത്തും ചോദിച്ചൊരു കാര്യം, പിന്നെ എന്താണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മരുമോളെ കുറ്റം കണ്ടുപിടിക്കുന്ന കുറേയധികം അമ്മായിമ്മമാരുണ്ട്. കല്യാണം കഴിപ്പിക്കാൻ സമയത്ത് മോന് പെണ്ണാലോചിച്ച സമയത്ത് ഒന്നും കണ്ടില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ചോദിച്ച് കുറേയധികം പേര് നമ്മുടെ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു ജിസുമോളുടെ കാര്യം മാത്രമല്ല, കുറേയധികം സ്ത്രീകളുണ്ട് ഇതേ കണക്ക് കല്യാണം കഴിച്ച് ഭർത്താവിന് വീട്ടിൽ ചെന്നതിന് ശേഷം അവരെ കുടുംബക്കാരിൽ നിന്നും ഏറ്റുവാങ്ങുന്ന കുറേയധികം പേരുണ്ട്. അതെല്ലാം സഹിച്ച ഭർത്താവിൻ്റെ അതുപോലെ തന്നെ കുട്ടികളുണ്ടെങ്കിൽ അവരെ കാര്യം നോക്കി മുമ്പോട്ട് പോകുന്ന കുറേയധികം പേരുണ്ട്. ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നായാലും ഈ ഒരു ജിസുമോളും ഇതേ കണക്ക് ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നും ഇതേ കണക്ക് ക്രൂരമായിട്ടുള്ള മർദ്ദനവും അതുപോലെ തന്നെ കുറേയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ജിസുമോളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വെളിയിൽ എങ്ങോട്ടും പോകാൻ സമ്മതിക്കത്തില്ല. അതുപോലെ തന്നെ സമ്പാദിക്കുന്ന കാശ് മൊത്തം ഈ ഹസ്ബൻഡിൻ്റെ കൊടുക്കണം. സ്വന്തം കുടുംബത്തിൻ്റെ, അതായത് ഭാര്യ, ആ ഒരു ജിസുമോളുടെ കുടുംബത്തിൻ്റെ ആരെങ്കിലും കല്യാണം എന്തെങ്കിലും വന്ന വെളിയിലൊന്നും പോകാൻ സമ്മതിക്കത്തില്ല. കള്ളം പറഞ്ഞിട്ട് വേണം പോകാൻ. അച്ഛനും അതുപോലെ തന്നെ സഹോദരനൊക്കെ അറിയായിരുന്നു. പക്ഷേ സഹോദരങ്ങളൊക്കെ ഇപ്പോൾ നോർമലായിട്ട് എന്തോ പറയും, നമ്മുടെ ഒരു കുടുംബത്തിൽ പ്രശ്നം വരുമ്പോഴത്തേക്കും ഇതൊക്കെ നോർമലായിട്ട് വരുന്ന പ്രശ്നമാണ് മോളെ എന്നൊക്കെ പറയുന്ന കണക്കാണ് അങ്ങനെ ആ റിലേഷനിൽ ജീവിക്കാൻ സമ്മതിച്ചത്. അന്ന് ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് ആ ഒരു ജിസുമോളെ ഇതിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ ഒരു സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും നടക്കത്തില്ലായിരുന്നു. അന്ന് ഒരു ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ. ഇതുപോലെ കുറേയധികം ആൾക്കാരുണ്ട് ഇപ്പോഴും സമൂഹത്തിൽ ഇതേ കണക്ക് സ്വന്തമായിട്ട് കാലിൽ നിൽക്കാൻ പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ടും ഈ മക്കളൊക്കെ ഇതിനെപ്പറ്റി അല്ലെങ്കിൽ മക്കളുമായിട്ട് എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മൊത്തം പ്രശ്നമായി പോകത്തേ ഉള്ളൂ. പിന്നെ ചിലരുണ്ട് ഈ ഒരു വ്യക്തി ഹസ്ബൻഡ് ആയാലും ചിലപ്പോൾ കുടുംബക്കാരായാണെങ്കിലും മാറിക്കോളും കുറച്ച് വർഷം കഴിയുമ്പോൾ എന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നും ഒരിക്കലും മാറാൻ പോകത്തില്ല. ഇപ്പോൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും ഇനിയും. ചിലപ്പോൾ അത് കൂടത്തേ ഉള്ളൂ, ഒട്ടും കുറയാനൊന്നും തന്നെ ചാൻസ് ഇല്ല. ഇപ്പം ജിസുമോളുടെ കാര്യം എടുത്ത ഒരു അഡ്വക്കേറ്റാണ്, നല്ല രീതിയിൽ സമ്പാദിക്കാനുള്ള കഴിവുണ്ട്, അതുപോലെ തന്നെ ആവശ്യത്തിന് ക്യാഷുള്ള ഒരു വീട്ടിലെയും കൂടിയാണ്. എന്നിട്ട് പോലും ഇത്രമാത്രം ക്രൂരമായിട്ടുള്ള ഒരു മാനസികമായിട്ട് ശാരീരികമായിട്ടും ഭർത്താവിൻ്റെ വീട്ടിലുള്ളവർ ഉപദ്രവിച്ചു എന്ന് പറയുമ്പോഴത്തേന് ബാക്കിയുള്ളവരെ കാര്യം പറയാൻ പറ്റുമോ? ഇതൊന്നും ഇല്ലാതെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസോ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വീട്ടുകാർക്ക് സ്വത്തോ ഒന്നും ഇല്ലാത്തവരാരും പിന്നെ വേറെ കാര്യം പറയാനും പറ്റത്തില്ല. ഇത് കാണുന്ന കുറേ ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരടുത്ത് പറയാനുള്ളത് ഇതേ കണക്ക് നിങ്ങളുടെ ഭാര്യയൊക്കെ ഇങ്ങനെ മോശമായിട്ട് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളെപ്പോലെ മനുഷ്യരാണ് അവർക്കും ആഗ്രഹങ്ങൾ കാണും, അവർക്കും ഇതുപോലെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കണമെന്നുണ്ട്. അവരെ കളിയാക്കിയാൽ അവർക്ക് വേദനിക്കും. അവർ നിങ്ങളുടെ ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ പറയുക വേറെ വഴിയില്ലാത്തതുകൊണ്ടായിരിക്കത്തില്ല. ചിലപ്പം ചിലവർ വേറെ വഴിയില്ലാത്തതുകൊണ്ടായിരിക്കും ഇന്ന് വെളിയിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ള ഒരു കാര്യം കൊണ്ടായിരിക്കും. മറ്റു ചിലർ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അവരെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കാം. ഈ ഒരു ന്യൂസ് കണ്ടിടത്തോളം ഭയങ്കരമായിട്ടുള്ള വിഷമമുള്ള ഒരു കാര്യമാണ്. അതും അവിടെ ജോലിക്ക് നിന്ന ഒരു ജോലിക്കാരി ആൻറ്റി വരെ പറഞ്ഞിട്ടുള്ള കാര്യം ഇതായിരുന്നു. ഇതേ കണക്കുള്ള ഉപദ്രവങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഉപദ്രവിക്കുക, അതുപോലെ ഇങ്ങനത്തെ കുറേ അധികം കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോസൊക്കെ ഇട്ട സമയത്ത് കൂടെ വർക്ക് ചെയ്ത് ഈ ഒരു ജിസുമോളെ കൂടെ വർക്ക് ചെയ്ത ഒരു യുവതി ഇതേ കണക്ക് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതേ കണക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ജിസുമോളുടെ കാര്യം എടുത്ത് അത്രയും ബോൾഡായിട്ടുള്ളൊരു സ്ത്രീ കൂടിയായിരുന്നു. ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു, അഡ്വക്കേറ്റാണ്, സാമ്പത്തികമായിട്ട് എല്ലാം ഒരു കുഴപ്പമില്ലാത്തൊരു വ്യക്തിയായിരുന്നിട്ട് പോലും ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എനിക്ക് ബാക്കിയുള്ളവരടുത്ത് ഇതേ കണക്ക് കഷ്ടപ്പെടുന്നവരടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ ഭർത്താവോ ആരും തന്നെ ഇതേ കണക്കാണെങ്കിൽ പിന്നെ മാറാനൊന്നും തന്നെ പോകത്തില്ല. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണെങ്കിൽ അതിൽ നിന്ന് മാറിയതിന് ശേഷം നിങ്ങൾ ജീവിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കാൻ നോക്കുക. ഈ ഒരു റിലേഷനിൽ തന്നെ തുടർന്ന് അവർ നിങ്ങളെ സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതൊന്നും നടക്കാൻ പോകുന്നൊരു കാര്യമല്ല. ഇതിങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഇത് ചിലപ്പോൾ കൂടാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇത് മാറുമെന്ന് വിചാരിച്ച് ഒരിക്കലും നിൽക്കരുത്. ഇത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാക്സിമം കുറച്ചൊക്കെ ശ്രമിച്ച് നോക്കാം. അതൊന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറുകയാണ് നല്ലത്. അത് നിങ്ങൾക്കും അവർക്കും അതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇതുപോലെ ജിസുമോൾക്ക് നടന്ന കാര്യങ്ങളൊക്കെ നടക്കും. അതും ഒരു നല്ല ജോലിയൊക്കെ ഉള്ള നല്ലൊരു കുടുംബത്തിൽ ചെന്നത് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ത്രീയാണ് ജിസുമോൾ. അപ്പം അവർക്ക് വരെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളുടെ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതേ കണക്കുള്ള സിറ്റുവേഷൻ വരുവാണെങ്കിൽ അതിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ബാക്കിയുള്ള നല്ല ജീവിതങ്ങൾ ഇനി മുമ്പോട്ട് കിടക്കുന്നുണ്ട്. ആ ഒരു സമയത്തേക്ക് ഇപ്പോൾ ഉള്ള റിലേഷൻ മുറിച്ച് മാറ്റിയാലേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതിൽ തന്നെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മൊത്തം തൊലഞ്ഞു പോകും. സോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഇങ്ങനത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ
ബോൾഡായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ട് അതിൽ നിന്ന് വെളിയിലിറങ്ങും. അതാണ് ആ റിലേഷൻഷിപ്പിൽ നിന്ന് വെളിയിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം മുമ്പിലുണ്ട്. ഈ ജിസ്മോൾ കാണിച്ച രീതിയിലൊന്നും കാണിക്കാനോ അങ്ങനെയൊന്നും ചെയ്യരുത്. അത് ഭയങ്കരമായിട്ടുള്ളൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കറിയാവുന്നവരോ അല്ലെങ്കിൽ നിങ്ങളോ ഇതേ കണക്കുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇങ്ങനെയൊക്കെ ഉണ്ടോ, അത്രമാത്രം ആൾക്കാരുണ്ടോ എന്ന് അറിയാൻ ബാക്കിയുള്ളവർക്ക് അറിയാൻ സാധിക്കും. എന്തുമാത്രം ഇതേ കണക്കുള്ള സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റും. സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് അല്ലെങ്കിൽ പാസ്റ്റായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നവർ ഇതിനെക്കുറിച്ചുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.